മക്കളെ, ഇന്ന് നമുക്ക് ഗിഡ്കി എന്ന കഹാനിയിലെ ഫുൾ മീനിങ് നോക്കാം. ഗിഡ്കി എന്ന കഹാനി എഴുതിയിരിക്കുന്നത് അഞ്ജു ഗർബന്തയാണ്. ഷാദി എന്നാൽ വിവാഹം, ബുലാവ ക്ഷണം, തൈ ഹോന തീരുമാനിക്കുക, സർദി ദസ്തക് ദേന സർദി കാ അനുഭവ് ഹോന. സർദി എന്ന് പറഞ്ഞാൽ തണുപ്പ്. സർദി ദസ്തക് ദേന സർദി കാ അനുഭവ് ഹോന, അതായത് തണുപ്പിൻ്റെ അനുഭവം, തണുത്ത കാലാവസ്ഥ. സർദി തണുപ്പ്. ഹൽക്ക നേരിയ, നേരിയ രീതിയിലുള്ള. ഹൽക്ക എന്ന് പറഞ്ഞാൽ നേരിയ. ദസ്തക് ദേന അനുഭവിക്കുക, ദസ്തക് ദേന അനുഭവിക്കുക. കെ ബജായ് പകരം, കെ ബജായ് പകരം, കൂടാതെ എന്നൊക്കെയുള്ള അർത്ഥമാണ്. സഫർ യാത്ര, സഫർ യാത്ര. നാരാസ് ദേഷ്യം, നാരാസ് ദേഷ്യം. നാനുക്കൂർ വിയോജിപ്പ്, നാനുക്കൂർ വിയോജിപ്പ്. വിസമ്മതം എന്നൊക്കെയുള്ള അർത്ഥം, സമ്മതമില്ലാത്ത അവസ്ഥ, അതിനാണ് എന്താ പറയുക, നാനുക്കൂർ വിയോജിപ്പ്, വിസമ്മതം. പരേശാനി ബുദ്ധിമുട്ട്, പരേശാനി ബുദ്ധിമുട്ട്. ജബഡ് ലേന പിടിച്ചെടുക്കുക എന്നുള്ള അർത്ഥം. അതായത് ജനലിൻ്റെ സൈഡിലുള്ള സീറ്റ് കരസ്ഥമാക്കി അല്ലേ. അപ്പം ജബഡ്ന പറഞ്ഞാൽ പിടിച്ചെടുക്കുക, ജബഡ് ലേന കരസ്ഥമാക്കുക, പിടിച്ചെടുക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ് വരുന്നത്. സാമാൻ എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ, അങ്ങനെ സാന്നുണ്ട്, സാമാൻ സാധനങ്ങൾ. ചെട് പെട്ടെന്ന്, ചെട് പെട്ടെന്ന്. സീറ്റ് ജബഡ് ലേന സീറ്റ് പക്കഡ് ലേന, സീറ്റ് പിടിച്ചെടുക്കുക. സീറ്റ് ജബഡ് ലേന എന്ന് പറഞ്ഞാൽ സീറ്റ് പിടിച്ചെടുക്കുക, സീറ്റ് കരസ്ഥമാക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ് വരുന്നത്. മഷ്ഗൂൽ ഹോന, മഷ്ഗൂൽ ഹോന മുഴുകുക, ലീൻ ഹോന. ഇത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ, ലീൻ ഹോന, ലീൻ ഹോഗയി അല്ലേ. ലീൻ ഹോന എന്ന് പറഞ്ഞാൽ എന്താണ്, മുഴുകുക. മഷ്ഗൂൽ ഹോന മുഴുകുക. രംഗ് ബിരങ്കി പല നിറത്തിലുള്ള, രംഗ് ബിരങ്കി പല വർണ്ണത്തിലുള്ള, പല നിറത്തിലുള്ള. ഓക്കെ, രംഗ് ബിരങ്കി. ഗട്ടർ ബെഡി ഗട്ടരി, ഗട്ടർ പറഞ്ഞാൽ ബെഡി ഗട്ടരി, അത് വലിയ കെട്ട്, വലിയ കെട്ടിനെയാണ് ഗട്ടർ എന്ന് പറയാം, വലിയ കെട്ട്. സാംവലി, സാംവലി എന്ന് പറഞ്ഞാൽ ശ്യാമ നിറത്തിലുള്ള, ശ്യാമ നിറം എന്ന് പറഞ്ഞാൽ ഇരുണ്ട നിറം, കറുത്ത നിറം, അതായത് ഇരുണ്ട നിറം, ഇരുനിറം. ഇരുണ്ട നിറത്തിനെയാണ് എന്ത് പറയുന്നത്, സാംവലി എന്ന് പറയുന്നത്. സാംവലി. കറുത്ത നിറം എന്ന് പറയും, ഇരുണ്ട നിറം, കറുത്ത നിറം എന്നൊക്കെ പറയും, അതിനാണ് സാംവലി. സലോനി, സലോനി പറഞ്ഞാൽ സുന്ദരി, സലോനി സുന്ദരി, ഭംഗിയുള്ള, സുന്ദരിയായിട്ടുള്ള, സലോനി. കജരാരി ആങ്കേം, കജരാരി ആങ്കേം കൺമഷി എഴുതിയ കണ്ണുകളാണ് കജരാരി ആങ്കേം. കജരാരി ആങ്കേം കൺമഷി എഴുതിയ കണ്ണുകൾ. കാജൽ ലഗി ആങ്കേം കൺമഷി എഴുതിയ കണ്ണുകൾ. കജരാരി ആങ്കേം കൺമഷി എഴുതിയ കണ്ണുകൾ. ഇസരാർ കർണ, ഇസരാർ കർണ ആഗ്രഹ് പ്രകട് കർണ, ഇസരാർ കർണ അതായത് നിർബന്ധിക്കുക എന്നുള്ള അർത്ഥം, നിർബന്ധിക്കുക. ഇസരാർ കർണ നിർബന്ധിക്കുക. 2800, 2800 250.
250 250 250 എന്നാണ് അതിന് പറയുന്നത്. 250 250. മഹങ്കി മഹങ്കി വില കൂടിയ. മഹങ്കി വില കൂടിയ. മഹങ്ക സസ്ത നമ്മൾ പഠിച്ചതാണ് അല്ലേ. മഹങ്ക എന്നതിൻ്റെ ഓപ്പോസിറ്റാണ് സസ്ത. മഹങ്ക എന്ന് പറഞ്ഞാൽ വില കൂടിയത്, സസ്ത വില കുറഞ്ഞത്. മഹങ്കി വില കൂടിയ. ജ്യാദ കൂടുതൽ. ജ്യാദ കൂടുതൽ. ലേന എടുക്കുക. ലേന എടുക്കുക. ലേന എടുക്കുക. ദേന നൽകുക. ദേന പറഞ്ഞാൽ നൽകുക, കൊടുക്കുക എന്നർത്ഥമാണ് ദേന എന്നതിനുള്ളത്. ദേന നൽകുക അല്ലെങ്കിൽ കൊടുക്കുക. ലേന എടുക്കുക. ലേന എടുക്കുക. ബാബി ചേട്ടൻ്റെ ഭാര്യയാണ്. ബാബി ചേട്ടത്തിയമ്മ. ചേട്ടത്തിയമ്മയ്ക്കാണ് ബാബി എന്ന് പറയുന്നത്, ചേട്ടൻ്റെ ഭാര്യ. ഇത്തി നമ്മുടെ പാഠത്തിൽ പറയുന്നുണ്ടല്ലേ, ഇത്തി ഇത്തി മഹങ്കി എന്ന് ചോദിക്കുന്നുണ്ടല്ലേ. ഇത്തി എന്നത് ഇത്തനി. ഇത്തനി പറഞ്ഞാൽ ഇത്രയും. ഇത്തനി ഇത്തനി പറഞ്ഞാൽ ഇത്രയും. ഇത്തി മഹങ്കി ഇത്രയും വില കൂടുതലോ എന്ന് ചോദിക്കണില്ലേ, അതാണ് ഇത്തി ഇത്തനി. ഇഷാര കർണ സൂചന നൽകുക. ഇഷാര കർണ സൂചന നൽകുക, ആംഗ്യം കാണിക്കുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ഇഷാര കർണ. ഇഷാര കർണ സൂചന നൽകുക, ആംഗ്യം കാണിക്കുക. ആംഗേം തരേർന. ആംഗേം തരേർന ദേഷ്യപ്പെടുക. ആംഗേം തരേർന ദേഷ്യപ്പെടുക. സങ്കേതദേന ആംഗ്യം കാണിക്കുക. സങ്കേതദേന ആംഗ്യം കാണിക്കുക. സങ്കേതദേന ആംഗ്യം കാണിക്കുക. ഗലാരോന്ത് ജാന രോനേക്കോ ആന. രോനേക്കോ ആന തൊണ്ടയിടറുക. തൊണ്ടയിടറുന്നതിനെയാണ് ഗലാരോന്ത് ജാന എന്ന് പറയുന്നത്. ഗലാരോന്ത് ജാന തൊണ്ടയിടറുക. 150 150. 150. 150. പസന്ത് ഇഷ്ടം. പസന്ത് ഇഷ്ടം. സർക്കാദേന നീക്കി വെക്കുക. സർക്കാദേന നീക്കി വെക്കുക. സുയി ശ്രദ്ധ. സുയി ശ്രദ്ധ. സുയി ശ്രദ്ധ. അടക്ക് രഹിന തങ്ങി നിൽക്കുക. അടക്ക് രഹിന തങ്ങി നിൽക്കുക. മാൻ ജാന സമ്മതിക്ക. മാൻ ജാന സമ്മതിക്കുക. തോൽമോൽ മാൻ ജാന സമ്മതിക്കുക. അത് കഴിഞ്ഞിട്ട് ഗലത്തി ഉണ്ട്. ഗലത്തി പറഞ്ഞാൽ തെറ്റ്. ഗലത്തി തെറ്റ്. തോൽമോൽ വിലപേശൽ. തോൽമോൽ വിലപേശൽ. അതീത് കഴിഞ്ഞ കാലം. അതീത്. അതീത് പറഞ്ഞാൽ കഴിഞ്ഞ കാലത്തിനെയാണ് പറയുന്നത്. അതീത്. ഖിഡ്കി സേ ജാങ്കന. ഖിഡ്കി സേ ബാഹർ ദേഖന. ഖിഡ്കി സേ ജാങ്കന. ഖിഡ്കി സേ ബാഹർ ദേഖന. ഖിഡ്കി സേ ജാങ്കന ജനലിൽ നിന്നും എത്തി നോക്കുക. ഖിഡ്കി സേ ബാഹർ ദേഖന ജനലിലൂടെ പുറത്തേക്ക് നോക്കുക. ദക്കേ ഹാരെ ക്ഷീണിച്ച. ദക്കേ ഹാരെ ക്ഷീണിച്ച. ട്രൈഡ്. ദക്കേ ഹാരെ എന്ന് പറഞ്ഞാൽ ക്ഷീണിച്ച. നമി. നമി നനവ്. നമി നനവ്. നമി നനവ്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഈ ചാപ്റ്ററിലെ 1 വേർഡ് ക്വസ്റ്റ്യൻ നോക്കാം.
അപ്പം എല്ലാവരും ക്ലാസ് ഫുള്ളായിട്ട് കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ഫസ്റ്റ് മുതലേ നന്നായി പഠിച്ചു പോവുക. തീർച്ചയായും നിങ്ങൾക്ക് ഹിന്ദിയിൽ ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റും. ഓക്കെ.